എന്നാന്നറിയില്ല, രാവിലെ തന്നെ ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാനൊട്ടും തോന്നുന്നില്ല. അമ്മയോട് ഒരു കാപ്പി ഇടാൻ പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് കഴിയട്ടെ. അമ്മ എന്താണാവോ മല മറിച്ചു എന്ന് ചോദിച്ചേ? ആർക്കറിയാം. എനിക്ക് ശരിക്കും മടി കൊണ്ടാണോ അതെയോ ക്ഷീണം കൊണ്ടാണോ ഒന്നും ചെയ്യാൻ തോന്നാത്തെ? ആശാനെ, ഇത് മടിയാന്ന് എഴുതല്ലാം വരട്ടെ. ഇതിനെയാണ് നമ്മുടെ സയന്റിസ്റ്റ് മെന്റൽ ഫാറ്റിക് എന്ന് പറയുന്നത്. നമ്മൾ കുറെ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബ്രെയിൻ കയറി ഓവർ സ്റ്റിമുലേറ്റ് ആകും. എങ്ങനെയാ ഓവർ സ്റ്റിമുലേറ്റ് ആവുന്നതെന്നല്ലേ? വാട്സപ്പ് മെസ്സേജ് കഴിയുമ്പോ ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തും ഒരു പടിയാവും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാര്യം ചെയ്യാനിരിക്കുമ്പോഴോ ഒന്നും ചെയ്യാത്തതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നതെന്നല്ലേ? ക്രെഡിറ്റ്സ് ഗോസ് ടു ഡോപ്പമൈൻ. ഡോപ്പമൈനോ? അതെന്താ? അവനാണ് താരം. നമുക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് വന്നാ പുള്ളി അങ്ങ് കേറി ആളാവും. ലൈക്ക് അടിച്ചാൽ ഡോപ്പമൈൻ, കമന്റ് വന്നാലോ ഡബിൾ ഡോപ്പമൈൻ. അപ്പൊ ഫോണിൽ തോണ്ടണത് ഒരു ഫുൾ ടൈം പണിയാക്കിയാ പിന്നെ പറയണോ? എക്സൈറ്റ്മെന്റ് വന്നോണ്ടേയിരിക്കും. ഡോപ്പമൈൻ അടിച്ചടിച്ച് നമ്മളൊരു ഭാഗമാവും. കാര്യം ഡോപ്പമൈൻ ഒരു ഹാപ്പി ഹോർമോൺ ഒക്കെ ആണെങ്കിലും ഇത്രയും വോൾട്ടേജ് തലയ്ക്ക് വിട്ട ഹാപ്പിനെസ് ഒക്കെ മാറി മന്ദതയാവും. ഇത് ശരിയാക്കിയില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സംശയം ചോദിക്കട്ടെ, ഇത് ശരിയാക്കാൻ പറ്റുമോ? പിന്നല്ലാതെ. അതിന് നമുക്ക് ആദ്യം തന്നെ ബോറിംഗ് എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളഞ്ഞേരെ. ബോറടിക്കുവാണെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങിയേരെ. എന്താണെങ്കിലും അവിടെ നിന്നൊരു നോട്ടിഫിക്കേഷൻ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ഇനി ഒറ്റയടിക്ക് ഫോൺ ഉപയോഗം കുറയ്ക്കാന്ന് വെച്ചാ ആർക്ക് പറ്റും? പക്ഷെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 1-2 മണിക്കൂറൊക്കെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നാളെ നമുക്ക് എക്സൈറ്റ്മെന്റ് വേണ്ടേ? ഒരു ദിവസം കൊണ്ട് എല്ലാം തീർത്താ പിന്നെ നാളെ എന്നാ ചെയ്യും? പിറ്റേ ദിവസത്തേക്കും കൂടിയുള്ള എനർജിയൊക്കെ ബാക്കി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഉറങ്ങാൻ. എന്നാലേ ഒരു നല്ല റൈസ് ആൻഡ് ഷൈനൊക്കെ കിട്ടത്തുള്ളൂ.